ഗായ്സ്, അപ്പം ഞാൻ എന്താ കോഴിക്കോട് വന്നേക്കാണ്. കോഴിക്കോട് വന്നിട്ട് എപ്പോഴും ഞാൻ ബിരിയാണിയാണല്ലോ കഴിക്കാറ്. ഇപ്പോൾ ബിരിയാണിയിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പം നമ്മൾ ഇതാ പ്രോൺസും പിന്നെ എന്താ കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഞാൻ പുറത്തിരിക്കണോണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം അതിനുള്ള സ്മെല്ലിനുള്ള ഗുണമുണ്ടോന്ന്. ഓക്കെ, വരട്ടെ ഗൈസ്. നമ്മുടെ ആ ഫുഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇത് ബീഫ് ഫ്രൈ ആണെങ്കിൽ നമുക്ക് കാണാനൊക്കെ നല്ല ലുക്കൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം ഒരു കഷ്ണം എടുത്തിട്ട്. ഓരോന്നോരോന്ന് കഴിക്കാം. ബീഫ് കുഴപ്പമില്ല, അവർക്ക് മാറ്റുന്നതാ. ഇതാണ് ഇതെന്താ കൂന്തൽ. കൂന്തലല്ല, കൂന്തൽ തന്നെയാണോ? അതെ, ഇത് കൂന്തൽ. കൂന്തൽ നിറച്ചത് ഞാൻ കഴിച്ചിട്ടുണ്ട്. കൂന്തൽ ഇങ്ങനെ ആയിട്ട് ഞാൻ കഴിച്ചിട്ടില്ല, നല്ല ചൂടുണ്ട്. ഇത് കല്ലുമ്മക്കായ. സത്യത്തിൽ ടേസ്റ്റ് കല്ലുമ്മക്കായും നമ്മുടെ ബീഫാണല്ലോ. ഈ കൂന്തൽ അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ ചെമ്മീൻ വരാണ്ട്, അതിനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ പൊറോട്ടയുണ്ട്, ഗ്രേവി ഉണ്ട്. എന്തായാലും നമ്മുടെ ചെമ്മീനും കൂടി എത്തട്ടെ. അപ്പോൾ വീഡിയോ എടുക്കുന്ന അഭിഷേനും നമ്മുടെ സനൽചന്ദ്രൻ ഇൻസ്റ്റൻ്റൊക്കെ കൊതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഞാൻ അധികം കൊതിപ്പിക്കുന്നില്ല, അവരും കഴിച്ചോട്ടെ. ഞാൻ ചെമ്മീൻ വന്നിട്ട് കാണിക്കാം. ഓക്കെ, വീഡിയോ ഓഫ് ചെയ്തപ്പോൾ തന്നെ ചെമ്മീൻ വന്നു. അഭിചേട്ടൻ ഇതിലേക്ക് ഞാൻ വെക്കാൻ സമ്മതിച്ചില്ലേ. കൈ ഇതാ നമ്മുടെ ചെമ്മീൻ. ഈ സബോളയൊക്കെ ഇട്ടിട്ട് ഇതില്ല, സബോള കൂടുതലൊന്നും, ചെമ്മീൻ കുറച്ചാണ്. കഴിച്ചോക്കാം. ഞാൻ ചെമ്മീൻ എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് അവിടുത്തെ ചേട്ടന്മാരൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കട്ടെ. നല്ല ടേസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ മൂന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂന്തൽ കുഴപ്പമില്ല, നിറച്ചത് കഴിച്ചുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ഇതെനിക്ക് അത്രയും പിടിച്ചില്ല, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ മാന്തളിനെ പറ്റി പറയണേ. ഇവിടെ ഇങ്ങനെ മാന്തളം തന്നെയാണ് തോന്നുന്നു പറയാറ്. മാന്താന്നാണോ പറയാ? ചിലപ്പോൾ മാന്താന്നാണ് പറയും. നമ്മൾ മാന്തണ പോലെ ഇതിൻ്റെ മാന്തളെന്നാണ് നമ്മുടെ തൃശ്ശൂർ പറയാം. നമുക്ക് നല്ല ചൂടിനിട്ടാവും. നമുക്ക് കഴിച്ച് നോക്കാം.